ഹലോ എവരി വൺ. ന്യൂക്ലിയോൺ സ്കാറ്ററിംഗ് ആണ് എൻ്റെ ടോപ്പിക്ക്. ന്യൂക്ലിയോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസാണ്. അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആയിരിക്കും ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ന്യൂക്ലിയോൺ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അതായത് ഒരു ഇൻസിഡൻറ്റ് ബീം ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടാവും. അത് ഒരു ടാർഗറ്റ് ന്യൂക്ലിയോൺസിൽ വെച്ച് സ്കാറ്റർ ചെയ്യിപ്പിച്ച് അതിൻ്റെ പാറ്റേൺ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ന്യൂക്ലിയോൺ ഇൻട്രാക്ഷനെ പറ്റി പറയാൻ സാധിക്കും. അതായത് ടു സ്റ്റഡി ദ ന്യൂക്ലിയോൺ ഇൻട്രാക്ഷൻ ഇൻ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് വി ക്യാൻ പെർഫോം ദ ന്യൂക്ലിയോൺ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ വിച്ച് ആൻ ഇൻസിഡൻറ്റ് ബീം ഓഫ് ന്യൂക്ലിയോൺ എഡ് ഫ്രം എ ടാർഗറ്റ് ഓഫ് ന്യൂക്ലിയോൺസ്. ഹിയർ വി ആർ സ്റ്റഡിയിങ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് ഓഫ് ദ ടാർഗറ്റ്. നമ്മളെടുക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് വിത്ത് മെനി ന്യൂക്ലിയോൺസ് ആണെങ്കിൽ ഇൻട്രാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ടാർഗറ്റ് തന്നെ മെനി ന്യൂക്ലിയോൺസ് ആണ്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ബീം ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടാവും, ടാർഗറ്റിൽ മെനി ന്യൂക്ലിയോൺസ് ഉണ്ടാകുമ്പോൾ അത് തമ്മിലുണ്ടാക്കുന്ന എഫക്റ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ്, ഇഫ് ദ ടാർഗറ്റ് ഈസ് എ ന്യൂക്ലിയസ് വിത്ത് മെനി ന്യൂക്ലിയോൺസ്, then there will be several target nucleons within the range of the nuclear potential of the incident nucleon. In this case, the observed scattering of a single nucleon will include the complicated effects of multiple encounters, and consequently, it is very difficult to extract the properties of the interaction between individual nucleons. ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ് ടാർഗറ്റ് ന്യൂക്ലിയസ് ആയിട്ട് എടുക്കുന്നത്. ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉണ്ടാവൂ. അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഹൈഡ്രജൻ്റെ ഇൻഡിവിജ്വൽ പ്രോട്ടോൺസിൽ വെച്ചിട്ട് സ്കാറ്റർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കി. ഡിഫ്രാക്ഷൻ ഓഫ് വേവ്സ് അറ്റ് സ്മോൾ സ്ലിറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇൻസിഡൻറ്റ് ന്യൂക്ലിയോണ് ടാർഗറ്റ് ന്യൂക്ലിയോൺസ് വെച്ച് സ്കാറ്റർ ചെയ്ത് അതിൻ്റെ പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ന്യൂക്ലിയോൺ സ്കാറ്ററിംഗ് ഈസ് മോർ റിസംബിൾസ് ഡിഫ്രാക്ഷൻ ബൈ ദ ഒബ്സ്റ്റാക്കിൾ. An analogous problem in optics, the diffraction of waves at a small slit or obstacle as shown in figure. By looking at the diffraction pattern, we can say that nuclear scattering more resembles diffraction by the obstacle. നമ്മുടെ ഇൻസിഡൻറ്റ് ന്യൂക്ലിയോണ് ടാർഗറ്റ് ന്യൂക്ലിയോണിൻ്റെ സർഫേസിൽ വെച്ചിട്ട് തന്നെ സ്കാറ്ററിംഗ് നടക്കുന്ന കേസാണ് പറയുന്നത്. അന്നേരം നമ്മുടെ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നത് ഈസ് ദ ഓർഡർ ഓഫ് R ഈസ് ഈക്വൽ ടു 1 femtometer ആയിരിക്കും. അതായത് നമ്മുടെ ടാർഗറ്റ് ന്യൂക്ലിയോൺസിൻ്റെ സർഫേസിൽ വെച്ചിട്ട് തന്നെയാണ് സ്കാറ്ററിംഗ് നടക്കുന്ന കേസാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ ഏകദേശം R ഈസ് ഈക്വൽ ടു 1 femtometer ആയിരിക്കും ഉണ്ടാവുക. ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ടാർഗറ്റ് ന്യൂക്ലിയോൺ ടു ദ ലൈൻ ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ ഇൻസിഡൻറ്റ് ന്യൂക്ലിയോൺ. ഇതിനാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് R ലെറ്റർ വെച്ചാണ്, ക്യാപിറ്റൽ ലെറ്റർ R വെച്ചിട്ട്. That is, consider an beam of incident nucleon striking a target nucleon just at its surface. That is, impact parameter is the order of R is equal to 1 femtometer. അതായത് സ്കാറ്ററിംഗ് നടക്കുന്നത് ഇമ്പാക്റ്റ് പാരാമീറ്റർ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 1 femtometerൻ്റെ ഓർഡറിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വിയും മാസ് എമ്മും ആയി എടുത്താൽ നമുക്ക് ആംഗുലർ മൊമെൻറ്റം റിലേറ്റീവ് ടു ദി ടാർഗറ്റ് ഈസ് ഈക്വൽ ടു MVR എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം, റിലേറ്റീവ് ആംഗുലർ മൊമെൻറ്റം ബിറ്റ്വീൻ ദ ന്യൂക്ലിയോൺസ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും ഇൻ ദ യൂണിറ്റ് ഓഫ് L, വേർ L ഈസ് ദ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. അതായത് MVR ഈസ് ഈക്വൽ ടു LH കട്ട് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ്, ഇഫ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഹാസ് വെലോസിറ്റി V, ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റം റിലേറ്റീവ് ടു ദി ടാർഗറ്റ് ഈസ് MVR. The relative angular momentum between the nucleons must be quantized in units of h cut. That is, MVR is equal to LH cut. If MVR very much less than h cut, then we can say that L is equal to 0. That is, L equal to 0 interaction are likely to occur. ഇനി അതിൻ്റെ കൈനറ്റിക് എനർജിനെ പറ്റിയുള്ള എക്സ്പ്രഷൻ എഴുതാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന MVR ഈസ് വെരി മച്ച് ലെസ് ദാൻ h cut ആണ്. അപ്പോൾ V ഈസ് വെരി മച്ച് ലെസ് ദാൻ h cut by mr എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് V സ്ക്വയർ വെരി മച്ച് ലെസ് ദാൻ h cut സ്ക്വയർ ഡിവൈഡ് ബൈ m സ്ക്വയർ R സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ആൻഡ് ദ കറസ്പോണ്ടിങ് കൈനറ്റിക് എനർജി ഈസ് എസ്റ്റിമേറ്റഡ് as T ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ഈസ് വെരി മച്ച് ലെസ് ദാൻ h cut സ്ക്വയർ
divided by 2m r square, that is equal to h cut square c square divided by 2m c square r square. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു ഫെംറ്റോമീറ്റർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1000 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു 1 ഫെംറ്റോമീറ്റർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 മെഗാ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഓർഡർ റേറ്റാണ് കിട്ടുക കൈനറ്റിക് എനർജി. നമ്മൾ ഇനീഷ്യൽ അസംഷൻ എന്ന് പറയുന്നത് L=0 ആണ്. കാരണം നമ്മൾ MVR വെരി മച്ച് ലെസ് ദാൻ എച്ച് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ L=0 ആയിരിക്കും ഉണ്ടാവുക. L0 ആണെങ്കിൽ നമുക്കെന്ത് കിട്ടി? ഇഫ് ദ ഇൻസിഡൻറ്റ് എനർജി ഈസ് ഫാർ ബിലോ 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് then the L=0 assumption is justified. We will consider only low energy scattering for which L=0 assumption is valid. അതായത് L0 ആകണമെങ്കിൽ എനർജി എന്നത് ബിലോ 20 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കണം. അതായത് ലോ എനർജി സ്കാറ്ററിംഗ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയോൺ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് പ്രകാരം നമ്മൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ ഏകദേശം 1 ഫെംറ്റോമീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ L=0 ഇൻട്രാക്ഷൻ ആണ് നടക്കുക എന്ന് പറഞ്ഞു. ലോ എനർജി സ്കാറ്ററിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നും പറഞ്ഞു. We can represent the nucleon potential as three-dimensional square wave as shown in figure. Here, distance is represented in x-axis and energy V of r is represented in y-axis. Here, V of r is equal to minus Vo when r less than capital letter R and is equal to 0 when r greater than capital letter R. The radial part of the Schrodinger equation that describes the scattering is given by 1 by r square into d by dr of r square d capital letter R by dr plus 2m by h cut square into e minus v into capital letter R minus L into L plus 1 divided by r square into capital letter R is equal to 0. Put capital letter R is equal to u of r by r. That is 1 by r square d by dr of r square d by dr of u of r by r plus 2m by h cut square into e minus v into u of r by r minus L into L plus 1 by r square u of r by r is equal to 0. അതായത് d by dr of u of r by r ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1 by r square d by dr of r square into r d by dr of ur minus u of r divided by r square plus 2m by h cut square into e minus v into u of r by r minus L into L plus 1 divided by r square into u of r by r is equal to 0 എന്ന് കിട്ടും. അടുത്തത് d by dr of ആ ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ 1 by r square into r d square u of r divided by dr square plus d by dr of u of r minus d by dr of u of r plus 2m by h cut square e minus v u of r by r minus L into L plus 1 by r square into u of r by r is equal to 0 എന്ന് കിട്ടും. ആ 1 by r square ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by r d square u of r by dr square plus 2m by h cut square into e minus v u of r by r minus L into L plus 1 by r square into u of r divided by r is equal to 0 എന്ന് കിട്ടും. ത്രൂ ഔട്ട് r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ d square u of r by dr square plus 2m by h cut square into e minus v u of r minus L into L plus 1 by r square u of r is equal to 0 എന്ന് കിട്ടും. നമ്മളിവിടെ L=0 ആണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇനീഷ്യൽ അസംഷൻ. ദാറ്റ് ഈസ് d square u by dr square plus 2m by h cut square into e minus v into u is equal to 0. Take it as equation 1. For r less than capital letter R, v of r is equal to minus Vo. Equation becomes d square u by dr square plus 2m by h cut square into e plus Vo into u is equal to 0. Let k1 square is equal to 2m by h cut square into e plus Vo
and the equation becomes d square u by dr square plus k1 square into u is equal to 0. അതായത് യുവിൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ള ടേം നമ്മൾ k1 സ്ക്വയർ നിർത്താൽ ഇക്വേഷൻ becomes d square u by dr square plus k1 square is into u is equal to 0. Our solution is u is equal to a sin k1r for r less than capital letter r. ഇനി നമ്മുടെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫോർ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. അന്നേരം വി ഓഫ് ആർ 0 ആണ് നമുക്കറിയാം. therefore d square u by dr square plus 2m by h cut square into e into u is equal to 0. let k2 square is equal to 2m by h cut square e. അതായത് യുവിൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ള ടേം നമ്മൾ k2 സ്ക്വയർ ആയിട്ട് എടുത്തു. അന്നേരം ഇക്വേഷൻ ബിക്കംസ് d square u by dr square plus k2 square u is equal to 0. അതിൻ്റെ സൊല്യൂഷൻ u is equal to c dash sin k2r plus d dash cos k2r for r greater than capital letter R. That is u of r is equal to c sin k2r plus delta, where c dash is equal to c cos delta and d dash is equal to c sin delta. അതായത് നമുക്ക് u of r is equal to c sin k2r plus delta കിട്ടി. സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൻ്റെ രണ്ട് റീജിയൻ, അതായത് ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആറും ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആറും രണ്ട് റീജിയനിലും നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഫോർ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ ആണെങ്കിൽ നമുക്ക് യു ഈസ് ഈക്വൽ ടു എ സൈൻ k1 ആർ എന്ന് കിട്ടി. അതുപോലെ തന്നെ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ ആണെങ്കിൽ യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു സി സൈൻ k2 ആർ പ്ലസ് ഡെൽറ്റ കിട്ടി. Applying the boundary condition on u and du by dr at r is equal to r gives, then we get c sin k2 into capital letter R plus delta is equal to a sin k1 r. അതായത് നമ്മളെ ഇക്വേഷൻ 9 ഇക്വേഷൻ 4 സ്മോൾ ലെറ്റർ ആറിന് പകരം ക്യാപിറ്റൽ ലെറ്റർ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത്. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സി k2 ഇൻറ്റു കോസ് k2 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആർ പ്ലസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ k1 ഇൻറ്റു കോസ് k1 ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇക്വേഷൻ 11 ഡിവൈഡ് ബൈ ഇക്വേഷൻ 10 ചെയ്യുമ്പോൾ k2 കോട്ട് k2 ക്യാപിറ്റൽ ലെറ്റർ ആർ പ്ലസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു k1 ഇൻറ്റു കോസ് k1 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് കിട്ടും. This is a transcendental equation which on solving gives delta. അതായത് നമുക്ക് k2 കോട്ട് k2 r പ്ലസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു k1 കോട്ട് k1 r എന്നാണ് കിട്ടുന്നത്. as VO tends to 0 in which no scattering occur. അതായത് V 0 ആണെങ്കിൽ സ്കാറ്ററിംഗ് ഉണ്ടാവില്ല. അന്നേരം k1 tends to k2 and delta tends to 0 ആയിരിക്കും. this is just free particle solution. അതായത് VO 0 ആണെങ്കിൽ സ്കാറ്ററിംഗ് ഉണ്ടാവില്ല. ആ കേസിന് ഫ്രീ പാർട്ടിക്കിൾ സൊല്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ എഫക്റ്റ് ഓഫ് V0 ഓൺ ദ വേവ് ഫംഗ്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഫിഗർ ബിലോ. നമുക്കറിയാം V0 ടെൻസ് ടു 0 ആണെങ്കിൽ അത് ഫ്രീ പാർട്ടിക്കിൾ സൊല്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ആർ ഗ്രേറ്റർ ദാൻ ലെറ്റർ ആർ ആണെങ്കിൽ V0 ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് ദ വേവ് ഫംഗ്ഷൻ അറ്റ് ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ ആർ ഹാസ് ദ സെയിം form as the free particle solution, but it has experienced a phase shift delta. The nodes of the wave function are pulled towards the origin by the attractive potential. A repulsive potential would push the nodes away from the origin and would give a negative phase shift. അതായത് V0 0 ആണെങ്കിൽ ഫ്രീ പാർട്ടിക്കിൾ സൊല്യൂഷൻ ആയിരിക്കും, അതിന് ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി V0 എന്നത് അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിനൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. അതായത് നോട്ട്സ് ഓഫ് ദ വേവ് ആർ പുൾഡ് ടുവേർഡ്സ് ദ ഒറിജിനായിട്ട് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ദ നോട്ട്സ് ഓഫ് ദ വേവ്സ് ആർ പുൾഡ് എവേ ഫ്രം ദ ഒറിജിൻ. അത് നമുക്ക് ഈ ഫിഗറിന് മനസ്സിലാക്കാൻ സാധിക്കും.